guys, welcome to Xylem Learning. So, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കവേജ് അല്ലേ, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. അതിന്റെ ഒത്തിരി ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ വി ഡിഡ് അല്ലേ. സോ ടുഡേ ഇന്ന് മിസ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് എന്താണ് ദ ക്വസ്റ്റ്യൻ? ഡയറി റൈറ്റിംഗ് അല്ലെ, എങ്ങനെയാണ് ഒരു ഡയറി റൈറ്റിംഗ് എഴുതുക എന്നാണ് നമ്മൾ പഠിക്കണം. അതോടൊപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എന്താണ്, ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നത്. ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് തന്നതെന്ന്. അതിൽ ഇപ്പോഴേ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? ഡയറി പഠിക്കാനുണ്ട്, കൺവെർസേഷൻ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദിൽന കുട്ടിയുടെ ഒരു റൈറ്റിംഗ് ഡയറി ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്ക്, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ഇത് അല്ലെ. ദ ഫയർമാൻ ഗേവ് എൻ അവാർഡ് ടു ദിൽന. അപ്പൊ നമ്മുടെ ഫയർമാൻ എന്ത് ചെയ്തു? അമ്മയെ വന്ന് രക്ഷപ്പെടുത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തീരുമാനിക്കാണ് നമ്മുടെ ദിൽനയ്ക്ക് എന്ത് കൊടുക്കണം, നമുക്കൊരു അവാർഡ് കൊടുക്കണം എന്ന് തീരുമാനിക്കാം. ഷീ ബിക്കം വെരി ഹാപ്പി ഫോർ റിസീവിംഗ് ദ അവാർഡ്. അപ്പൊ ദിൽനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അവാർഡൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഹാപ്പി ആവും അല്ലെ, നമ്മളെല്ലാവർക്കും സന്തോഷമാവും. ഷീ റോട്ട് ഹർ ഫീലിങ്സ്. അപ്പൊ ദിൽനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ദില്ല് കുറേ കാര്യങ്ങൾ ദില്ലിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ദില്ല് എന്ത് ചെയ്ത്? അവൾ അതൊക്കെ എഴുതാൻ തുടങ്ങി. ഇൻ ഹർ ഡയറി, അവൾക്കൊരു ഡയറി ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അവൾ എന്ത് ചെയ്തു? ആ ഡയറിയിൽ അവൾ എന്ത് ചെയ്തു? എല്ലാം ഇരുന്ന് എഴുതാൻ തുടങ്ങി. വാട്ട് വുഡ് ബി ഹർ ഡയറി എൻട്രി? എന്തായിരിക്കും അവളുടെ ഡയറി എൻട്രി? വാട്ട് വുഡ് ബി ഹർ ഡയറി എൻട്രി? എന്തായിരിക്കും നമ്മുടെ ദിൽനയുടെ ഡയറി എൻട്രി? നോക്കുക, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി മിസ് പഠിപ്പിച്ചത് ക്ലാസ്സിൽ, ബട്ട് സ്റ്റിൽ ഒന്നും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡയറി ഒന്ന് റീഡിങ് എഴുതാം, നോ മാറ്റർ. ഇനി നമുക്കറിയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എഴുതണം. ഇവിടെ നോക്ക്, നമ്മൾ എന്തെല്ലാം സംഗതികൾ എഴുതിക്കുന്ന നോക്കിയേ നിങ്ങള്. ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട് അല്ലെ, നമ്മൾ മന്ത് എഴുതിയിട്ടുണ്ട്, മാസം എഴുതിയിട്ടുണ്ട്, നമ്മൾ ഇയറും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഡയറി എഴുതുമ്പോൾ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര തീയതിയാണെന്ന് എഴുതണം, നമ്മൾ ഡേറ്റ് എഴുതണം. ഏത് മാസമാണ്? ജാനുവരി ആണോ, ഫെബ്രുവരി ആണോ, മാർച്ച് ആണോ, ഏപ്രിൽ ആണോ, മെയ് ആണോ, നമ്മൾ ഏതാണ് മന്ത് എന്നുള്ളത് നമ്മൾ എഴുതണം. തൊട്ടടുത്തിട്ട് നമ്മൾ 2025 ആണോ, 2026 ആണോ, 27 ആണോ, അതും നമ്മൾ എഴുതണം. നമ്മൾ ഒരിക്കലും 27 അല്ലെങ്കിൽ 26 ഇങ്ങനെ എഴുതരുത്. നമ്മൾ എങ്ങനെ എഴുതണം? കംപ്ലീറ്റ് 2025, 2026 ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ നോക്കി, ഇവിടെ വേറെ നിങ്ങളൊരു കാര്യം കണ്ട് അല്ലേ. ഇവിടെ എന്ത് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്? ദിൽന കുട്ടി ഏത് ദിവസമാണെന്ന് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഇസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഏതാണ് ദിവസം എന്നുള്ളത് കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ എഴുതണം അല്ലെ. നമ്മളവിടെ കറക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ സെന്റൻസ് തുടങ്ങിയിട്ടുണ്ട്. I became a real hero today. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞൊരു സൂപ്പർ ഹീറോയെ പോലെ. ഇന്ന് ഞാൻ ആരായി? ഞാൻ ഇന്നൊരു ശരിക്കും സൂപ്പർ ഹീറോയെ പോലെയാണ് ഇന്നു ഞാൻ. ബാക്കി നമ്മൾ എഴുതണം. നമുക്ക് എഴുതിയാലോ? നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, എഴുതി. ഇത് ടുഡേ ഐ വാസ് സോ ഹാപ്പി. ഞാനത് ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഐ വാസ് അവാർഡഡ് ആൻ അവാർഡ് ഫോർ മൈ ബ്രേവറി. എന്റെ ധൈര്യത്തിന് അല്ലെ, ഞാൻ എന്ത് കറക്റ്റ് സമയത്ത് ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ആ ഒരു ധൈര്യത്തിന് എന്താണ്, എനിക്ക് അവരെന്നെ അവാർഡ് ഒക്കെ തന്നു, അവരെനിക്കൊരു ഗിഫ്റ്റ് എല്ലാം തന്നു. ഐ ഫീൽ ഹാപ്പി ടുഡേ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദേ ടോൾഡ് മീ ദാറ്റ് ഐ ആക്ടഡ് ഓൺ ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത്, അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് റൈറ്റ് ടൈമിൽ ഞാൻ എന്ത് ചെയ്തു? പേടിച്ചിരിക്കാതെ ഞാൻ കറക്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ വിളിച്ചു അല്ലെ. ഫയർ സ്റ്റേഷനിലേക്ക് ഞാൻ റൈറ്റ് ടൈമിലാണ് ഞാൻ വിളിച്ചത്. ദാറ്റ് ഈസ് വൈ ഐ കുഡ് സേവ് മൈ മദർ. അതുകൊണ്ട് എന്ത് ചെയ്തു? എന്റെ അമ്മയെ എനിക്ക് ഐ കുഡ് സേവ് മൈ മദർ. എന്റെ അമ്മയെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. If I did not call to the fire station on time, it would end in a sad thing. അതെന്തായാലും ഞാൻ എങ്ങാനും ഫയർ സ്റ്റേഷനിൽ ഫോൺ വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യും? അമ്മ സുഖമില്ലാതായതിനെ അമ്മ എന്ത് ചെയ്യാൻ? നമുക്ക് വല്ലതും പറ്റുമായിരുന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു മൈ ഗ്രാൻഡ് മദർ ഓൾസോ. ഈ സമയത്ത് എനിക്ക് ഒരാളോട് കൂടി താങ്ക്സ് പറയാനുണ്ട്. ആരോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്? ടു മൈ ഗ്രാൻഡ് മദർ, എന്റെ ഗ്രാൻഡ് മദറിനോട്. കാരണം എന്താണ്? എന്റെ ഗ്രാൻഡ് മദർ അല്ലേ എന്നെ പഠിപ്പിച്ചത്. അത് ഷീ ടോട്ട് മീ വാട്ട് ടു ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. ഒരു എമർജൻസി സിറ്റുവേഷനിൽ വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് ആരാണ്? എന്റെ ഗ്രാൻഡ് മദർ ആണ്. I think all the elders must teach kids safety actions when something happen.
എനിക്ക് തോന്നുന്നത് എന്താണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യണം എന്നുള്ളത്, നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇറ്റ് ക്യാൻ സേവ് ലൈവ്സ്. അത് എന്ത് ചെയ്യാൻ പറ്റും, ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചാൽ, ഇപ്പോഴേ പഠിപ്പിച്ചാൽ എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആളുകളെ രക്ഷിക്കാൻ പറ്റും. I decided that what I learned from my grandmother, I'm going to teach everyone. ഞാൻ എന്താ ഡിസൈഡ് ചെയ്തത്, എന്താണോ വാട്ട് ഐ ലേൺ ഫ്രം മൈ ഗ്രാൻഡ് മദർ, എന്റെ ഗ്രാൻഡ് മദറിന് ഞാൻ എന്താണോ പഠിച്ചത് അത് ഞാൻ എല്ലാവരെയും എന്ത് ചെയ്യാൻ പോവാണ്, പഠിപ്പിക്കാൻ പോവാണ്. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ ദില്ല കുട്ടിയിൽ നിന്നും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ദില്ല എന്താണ്, എല്ലാവരെയും ദില്ല എന്ത് ചെയ്യാൻ പോവാണ്, അവളെ പോലെ തന്നെ സൂപ്പർ ഹീറോസ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പോവാൻ, മാറ്റാൻ പോവാണ് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിച്ച്, ഇത് വളരെ പ്രധാനപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഓക്കെ, നമ്മുടെ ഡയറി റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കണം. കാരണം നിങ്ങളുടെ പുതിയ പുസ്തകമാണ്, പുതിയ ചോദ്യങ്ങളായിരിക്കും. അതിനാണ് മിസ് എന്ത് ചെയ്തത്, നിങ്ങളുടെ സ്വന്തം അനു മിസ്സിന് എന്റെ പേര് കൂടിയാണെന്ന് എഴുതട്ടെ. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങളെ ഞാൻ എന്ത് ചെയ്തത്, പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാ, തീർച്ചയായിട്ടും പഠിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നും എന്തെല്ലാം പഠിക്കാനുണ്ട്, ഇനി നമുക്ക് സംഭാഷണം, കോൺവെർസേഷൻ എഴുതാൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തുണ്ട്, കോൺവെർസേഷൻ എഴുതാനുണ്ട്, ഡയറി എഴുതാൻ പഠിച്ചു, നോട്ടീസ് റൈറ്റിംഗ് കൂടി പഠിക്കാനുണ്ട്. അത് മിസ് എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡയറി എഴുതാനാണ് പഠിച്ചത്, എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ പഠിച്ചു, എന്തെല്ലാം ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു, നമ്മുടെ പാഠത്തിലുള്ള ചോദ്യവും നമ്മൾ ചെയ്തു. സോ വി ആർ റെഡി അല്ലേ to face diary writing question. അപ്പോൾ മിസ് എന്ത് ചെയ്യണം, ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നോട്ടീസ് റൈറ്റിംഗ് പഠിക്കാം. ഓക്കെ, ബൈ ബൈ.